നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. എൻ്റെ 16ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് പോലീസിൽ പലപ്പോഴും വ്യാജ റിപ്പോർട്ടുകളും വ്യാജരേഖകളുമൊക്കെ തയ്യാറാക്കി പലരെയും നശിപ്പിച്ചെന്നോ ഇല്ലാതാക്കിയെന്നോ ഒക്കെ നമ്മളെ കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ എനിക്കെതിരെ തയ്യാറാക്കിയ, അതും പോലീസ് ആസ്ഥാനത്ത് നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തയ്യാറാക്കപ്പെട്ട ഒരു വ്യാജ റിപ്പോർട്ടിനെ പറ്റിയാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ 2024 മെയ്യിൽ പെൻഷനായ ആളാണ്. സ്വാഭാവികമായിട്ട് ഈ പെൻഷനാവുന്നതിന് മുമ്പ് തന്നെ നേരത്തെ 4 വർഷമൊക്കെ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ വരെ നമുക്കെന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ എനിക്ക് 4 കൊല്ലമല്ല 6 വർഷത്തിന് ഉപരിയായിട്ട് എൻ്റെ പുറകോട്ടുള്ളത് പരിശോധിച്ചു. ചിലരൊക്കെ അവരിപ്പോൾ ജോലി ചെയ്യുന്ന 4 കൊല്ലമൊക്കെ ജോലി ചെയ്തിരുന്ന ഓഫീസുകളിൽ മാത്രം ചോദിച്ച് അവരുടെ സാമ്പത്തിക ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കാസർഗോഡ് പോയത് മുതൽ, അതായത് 2017 ലാസ്റ്റ് ഡിസംബർ 1-ാം തീയതിയാണ് കാസർഗോഡ് ഭരണവിഭാഗം DYSP ആയിട്ട് ചാർജ് എടുക്കുന്നത്. അത് മുതൽ പിന്നീട് കോഴിക്കോട് വിജിലൻസിൽ കുറച്ച് ആളുണ്ടായിരുന്നു. അതിനുശേഷമാണ് 2019 ഡിസംബർ 1 മുതലാണ് മുല്ലപ്പെരിയാറിലുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇടുക്കി ജില്ലയിൽ നിന്നല്ലാതെ വേറെ ലയബിലിറ്റിയുടെ ആവശ്യമില്ല. എങ്കിൽ പോലും ഞാനതിൽ തെറ്റ് പറയുന്നില്ല. ഈ 3 സ്ഥലങ്ങളിൽ നിന്നും, കോഴിക്കോട് വിജിലൻസിൽ നിന്നും ഈ പറയുന്ന കാസർഗോഡ് നിന്നും ഈ ഇടുക്കിയിൽ നിന്ന് എൻ്റെ ലയബിലിറ്റി ചോദിച്ചു. അപ്പോൾ എനിക്ക് യാതൊരു ലയബിലിറ്റിയും ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് കാസർഗോഡ് നിന്ന് 10/9/24 കത്ത് കൊടുത്തു. മറ്റ് ജില്ലകളിൽ നിന്ന് സമാനമായിട്ട് കത്ത് പോയിട്ടുള്ളതാണ്. എനിക്ക് ഏതെങ്കിലും ലയബിലിറ്റി ഈ സ്ഥലങ്ങളിൽ ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് കത്ത് പോയിട്ടുള്ളതാണ്. നമ്മൾക്ക് ഈ ആനുകൂല്യങ്ങൾ പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കൃത്യവും വ്യക്തമായ നിയമങ്ങളുണ്ട്. അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രം ഈ നിയമവിരുദ്ധമായിട്ട് ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നുണ്ട്. വീഡിയോ കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, പരിചയമുള്ള പെൻഷനായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപക്ഷെ ഇതിൻ്റെ തിക്താനുഭവം ഉണ്ടായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ KSR പാർട്ട് 3 റൂൾ 3 പ്രകാരം ഒരാളുടെ പെൻഷൻ ആനുകൂല്യം തടയണമെങ്കിൽ 3 ഗ്രൗണ്ടാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ ഗ്രൗണ്ടെന്ന് പറയുന്നത്, പെൻഷനാവുന്ന തീയതിക്ക് മുമ്പായിട്ട് അയാൾക്ക് ഒരു ക്രിമിനൽ കേസിൽ അയാൾ കുറ്റപത്രം കോടതിയിൽ നിന്ന് വായിച്ച് കേട്ടിരിക്കണം. രണ്ടാമത്, ഒരു അച്ചടക്ക നടപടിയായി ബന്ധപ്പെട്ട് പെൻഷനാവുന്ന തീയതിക്ക് മുമ്പായിട്ട് അയാൾ ആ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട കുറ്റപത്രം കൈപ്പറ്റിയിരിക്കണം. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത്, ഒരു സിവിൽ കേസുമായി ബന്ധപ്പെട്ട് കോടതി നടപടികൾ പെൻഷനാവുന്ന തീയതിക്ക് മുമ്പായിട്ട് ആരംഭിച്ചിരിക്കണം. ഈ 3 സാഹചര്യമാണ് KSR പറഞ്ഞിട്ടുള്ളത്. ഈ 3 സാഹചര്യവും സ്ഥിരീകരിച്ചുകൊണ്ട് ഇത് അല്ലാതെ മറ്റൊരു സാഹചര്യത്തിലും പിടിക്കാൻ പാടില്ല എന്ന് കൃത്യവും വ്യക്തമായിട്ട് നമ്മുടെ ധനകാര്യ വകുപ്പ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അത് 82/2022 ഡേറ്റഡ് 4/7/22. പക്ഷേ ഈ ഉത്തരവ് സംസ്ഥാനത്തെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ബാധകമാണ്. പക്ഷേ പോലീസിൽ മാത്രം ചില IPSകാരുടെ ഔദാര്യമാണ് ഈ പൈസ എന്ന് കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി നിലവിലുണ്ട്. അപ്പോൾ എന്തായാലും ഞാനീ പറഞ്ഞ ഗ്രൗണ്ട് അല്ലാതെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ പെൻഷനായതിനു ശേഷം ആനുകൂല്യം കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർ നടപടികളിലേക്ക് നീങ്ങണം. കേസുണ്ടെന്ന് പറഞ്ഞോ, കുറ്റപത്രം വായിക്കാത്ത കേസുണ്ടെന്ന് പറഞ്ഞോ, കുറ്റപത്രം പെൻഷനാവുന്ന തീയതിക്ക് മുമ്പായിട്ട് നൽകാത്ത അച്ചടക്ക നടപടിയുടെ പേരിലോ, ആ ദിവസം പെൻഷനാവുന്ന തീയതിക്കും മുമ്പ് അല്ലെങ്കിൽ അന്നേ ദിവസമോ കോടതി ആരംഭിക്കാത്ത ഒരു സിവിൽ നടപടിയുടെ പേരിലോ ഒരാളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടുള്ളത് നിയമവിരുദ്ധമാണ്. അപ്പോൾ എൻ്റെ ഡേറ്റിൽ പെൻഷനായ പലരുടെയും പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ കിട്ടി എന്ന് അവർ പലരും വിളിച്ചു പറഞ്ഞു. പിന്നെ നമുക്ക് വേറെ നിവർത്തി ഇല്ല. അങ്ങനെ വന്ന് ഞാനൊരു വിവരാവകാശം ഇട്ടു, എനിക്ക് കിട്ടാഞ്ഞുണ്ട്.
ഒരാവശ്യത്തിൽ SPIക്ക് എന്തുവാ വിവരം ചോദിച്ചത് മനസ്സിലായില്ല എന്ന് പറഞ്ഞൊക്കെ മറുപടി വന്നു. അപ്പീൽ അതോറിറ്റി കൊടുത്തതിൽ അപ്പീൽ അതോറിറ്റി ചുരുങ്ങിയ ചില വിവരങ്ങൾ ലഭ്യമാക്കി. അപ്പോൾ ഈ വിവരാവകാശം ഇട്ടത് നമ്മുടെ സംവിധാനത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൂടാതെ തന്നെ ഞാൻ ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തു. 1384 നമ്പരായിട്ട് 11/2/25 അത് മനുഷ്യാവകാശ കമ്മീഷനും അത് സ്വീകരിച്ചു. അപ്പോൾ എനിക്ക് പിന്നീട് ലയബിലിറ്റി ഒന്നും ഇല്ലയെന്ന് കാസർഗോഡ് നിന്ന് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു. ലയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് സാധാരണ എല്ലാ ഉദ്യോഗസ്ഥരും കൊടുക്കുന്ന കത്തിന് മറുപടിയായിട്ട് അവർ കൊടുത്തിരുന്നു. പക്ഷേ എൻ്റെ കേസ് പിന്നീട് സംഭവിച്ചത് അസാധാരണമായ സംഭവങ്ങളാണ്. അതൊരു വ്യാജ റിപ്പോർട്ടിലേക്കോ നമുക്ക് വ്യാജരേഖയെന്നൊക്കെ പറയാം എത്തി. ഒരു പോലീസ് ആസ്ഥാനത്തെ ഒരു പ്രഗത്ഭൻ 28/1/25 അതായത് ഞാനീ പറഞ്ഞ ഒരാഴ്ചാപേക്ഷയും ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ പരാതിയും കൊടുത്തതിന് ശേഷം ഒരു പുള്ളിക്ക് തലേദിവസം സ്വപ്നമെല്ലാം കണ്ടാന്നൊന്നും അറിയില്ല എനിക്ക് ബാധ്യതയുണ്ടെന്ന്. പെട്ടെന്നൊരു ബോധോദയം വന്നൊരു കത്ത് കാസർഗോഡും ഈ പറയുന്ന ജില്ലകളിലേക്കെല്ലാം വീണ്ടും കൊടുത്തു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ക്വാർട്ടേഴ്സിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ലയബിലിറ്റികൾ ലഭ്യമാക്കണം എന്നായിരുന്നു. ഞാൻ ഈ പറയുന്ന എങ്ങും തന്നെ പോലീസ് ക്വാർട്ടേഴ്സിൽ നാളിതുവരേക്കും താമസിച്ചിട്ടില്ല. എൻ്റെ എൻ്റയർ സർവീസിൽ ഞാൻ എങ്ങും തന്നെ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ കാസർഗോഡ് ചെന്നു. പോലീസ് ആസ്ഥാനത്തെ ഗൂഢാലോചനയാണെങ്കിൽ പിന്നെ കാസർഗോഡ് DPOയിൽ SPക്ക് ശില്പ അവരായിരുന്നു അന്നെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവർക്കൊന്നും നിൽക്കാൻ കഴിയില്ല. അവിടെയും ഇതുപോലൊരു ക്ലർക്കിനെയും കൊണ്ട് റിപ്പോർട്ട് എഴുതി വാങ്ങിച്ചു. എനിക്ക് 61,677 രൂപ ക്വാർട്ടേഴ്സ് താമസിച്ച ബാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് എഴുതി വാങ്ങിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പോലീസിലൊരു സംവിധാനമുണ്ട്. ഈ പെൻഷൻ ആവുന്നതിൻ്റെ ദിവസം കൂട്ടത്തോടെ കൊണ്ടുവന്ന അച്ചടക്ക നടപടികൾ സെർവ് ചെയ്യുന്നതിന് ചടങ്ങുണ്ട്. അതുകൊണ്ട് പലരും 12:30 മണിക്ക് ആകുമ്പോഴേ അന്നേ ദിവസം സ്ഥലം വിട്ടു പോകും. ഞാനെന്തായാലും അന്നേ ദിവസം 8:30 വരെ ജോലി ചെയ്യേണ്ടി വന്നു രാത്രിയിൽ. കാരണം എനിക്കെല്ലാം റിപ്പോർട്ടുകൾ തയ്യാറായി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ഓലയുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ വാങ്ങിക്കാം എന്നുള്ളൊരു സ്ഥിതിയും അതിനകത്തുണ്ടായിരുന്നു. കാരണം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം. മറ്റ് ഇടുക്കിയിൽ എനിക്ക് കാര്യമായ ജോലികളില്ലായിരുന്നെങ്കിൽ അവസാനം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് ക്യാൻറ്റീൻ പോലീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ DIG എന്നിൽ ഇൻട്രസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് കൊടുക്കാമെന്ന് പറയുന്നൊരു മര്യാദ എനിക്കുണ്ട്. എങ്കിൽ പോലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു 8ഓളം റിപ്പോർട്ട് കൊടുക്കേണ്ടതിനകത്ത് ഞാൻ 6 റിപ്പോർട്ടേ കൊടുത്തുള്ളൂ. പിന്നീട് വന്ന 2 റിപ്പോർട്ടുകൾ പിന്നീട് വന്ന ഒരു 2 വർഷം കണ്ട് എടുത്താൽ കൊടുത്തതെന്ന് ആരോ പറയുന്നത് കേട്ടു. ഇപ്പോൾ ഈ 61,607 രൂപയുടെ ബാധ്യത പോലീസിലുണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ വളരെ ശീഘ്രം തന്നെ ഇടുക്കിയിൽ നിന്നൊരു പോലീസുകാരൻ ഇതുമായിട്ട് അവിടുന്ന് യാത്ര തിരിച്ചു. ഉത്തരവ് കാസർഗോഡ് SPയുടെ ഉത്തരവ് 2/3/25 ആയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അത് ഇടുക്കിയിലെത്തി. അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്തെത്തി. പോലീസ് ആസ്ഥാനത്ത് ഒരു കവറിംഗ് ലെറ്റർ കൊടുത്ത് ഇടുക്കിക്ക് കൊടുത്തു. അവിടുന്ന് 4/3/25 ഈ കത്ത് എനിക്ക് ലഭ്യമാക്കി. അപ്പോൾ എനിക്കിത് ലഭ്യമാക്കിയ സമയത്ത് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് ഞാനിതിൽ ഒരു കത്ത് ആ പോലീസുകാരനെ തന്നെ ഏൽപ്പിച്ചു. തിരിച്ചൊരു കത്ത് ആ പോലീസുകാരനെ ഏൽപ്പിച്ചു. ഈ ബാധ്യത പറയുന്ന 61,607 രൂപ സംബന്ധിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ കോട്ടയത്ത് താമസിച്ചിട്ടില്ല നിങ്ങൾ പറയുന്ന പ്രകാരം ഞാൻ കോട്ടയത്ത് താമസിക്കാത്ത എനിക്ക് ഇങ്ങനൊരു ബാധ്യത എഴുതി തന്നതിലേക്ക് ഒരു ക്രൈം കേസ് രജിസ്റ്റർ ചെയ്ത് അത് വിജിലൻസിന് കൈമാറണം. കാരണം 61,677 രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് അല്ലല്ലോ. ഇനിയിപ്പോൾ എമൗണ്ട് ചെറുതായാലും വിജിലൻസ് ആംഗിളുണ്ട്. കാരണം ഗവൺമെൻറ് ഫണ്ടിൻ്റെ മിസ്അപ്രോപ്രിയേഷൻ. ഞാനപ്പം ഈ പോലീസുകാരൻ്റെ കയ്യിൽ തന്നെ ഈ കത്തിൻ്റെ കോപ്പിയും കൊടുത്ത് ഒരു രജിസ്റ്റേർഡ് ലെറ്ററായിട്ട് അന്നേരം തന്നെ കാസർഗോഡ് SPക്ക് ഒരു ലെറ്ററും കൊടുത്തു. ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. ഞാൻ സമാന്തരമായിട്ട് ഒരു വിവരാവകാശാപേക്ഷയും കൊടുത്തു. അപ്പോൾ കാരണം നമ്മൾ താമസിക്കാത്ത ക്വാർട്ടേഴ്സ് നമ്മൾ ഏതാണെന്ന് അറിയണ്ടേ, ഇവർ കണ്ടെത്തിയ ക്വാർട്ടേഴ്സ് ഏതാണ്. ഇപ്പോൾ ഈ നടന്ന സംഭവം കൂടെ പറയാം. ഞാൻ ഈ കാസർഗോഡ് ഭരണഭാഗം DYSP ആയിട്ട് ചെന്നു. അവിടെ ഈ DYSPമാർക്ക് ഇയർമാർക്ക് ചെയ്തിരുന്ന ഒരു ക്വാർട്ടേഴ്സ് അവിടെ അന്ന് ഒഴിഞ്ഞു കിടന്നിരുന്നു. ആ ക്വാർട്ടേഴ്സിൽ ഓർഡർ ഇല്ലാതെ അവിടുത്തെ അന്നത്തെ അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് ഒരു പ്രേംകുമാർ താമസിച്ചുകൊണ്ടിരുന്ന അയാൾ തൃശ്ശൂർക്കാരനാണ്.
അയാൾക്ക് ഔദ്യോഗികമായിട്ട് ആ ക്വാർട്ടേഴ്സ് എടുക്കാൻ പറ്റത്തില്ല. കാരണം തൃശ്ശൂർ പോലീസ് ക്വാർട്ടേഴ്സ് ഇയാൾ വെക്കേറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ ഈ ക്വാർട്ടേഴ്സിന് അപേക്ഷ കൊടുത്തായിട്ട് ഇയാൾ അറിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇയാൾ മുൻ തീയതി വെച്ച് 2-3-4 ദിവസം മുമ്പ് വെച്ചിട്ട് ഇയാളുടെ അധീനതയിൽ ഇല്ലാത്ത ക്വാർട്ടേഴ്സ്, കാരണം ഈ ഇടുക്കി ജില്ലാ പോലീസിൻ്റെ ചുറ്റുമുള്ള ക്വാർട്ടേഴ്സിൻ്റെ അധികാരി SP ആണ്. ഇയാളുടെ അധീനതയിൽപ്പെടാത്ത ക്വാർട്ടേഴ്സിന് ഇയാളൊരു SIക്ക് കൊടുത്തതായിട്ട് രേഖയുണ്ടാക്കി ഇയാൾ വീണ്ടും ക്വാർട്ടേഴ്സ് താമസമാക്കി. ആ SI അവിടുത്തെ ലോക്കൽ SI ആണ്. ലോക്കൽ SI വല്ലപ്പോഴും അവിടെ വന്നു പോകുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് അവിടെ താമസിച്ചിരുന്നത് ഈ AC പ്രേംകുമാറാണ്. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ AC പ്രേംകുമാർ അവിടെ എവിടെയാണ് താമസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ മതി. അല്ല, പുറത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ ലോഡ്ജിന് വാടക കൊടുക്കണം, വീട് വാടക എടുക്കണം. അപ്പം ഇതൊന്നും ഇല്ലാതെ ഇയാൾ അവിടെ കഴിഞ്ഞുകൂടുകയും ഇപ്പം എൻ്റെ HRAയുടെ പകുതി പോലും ഇല്ലാത്ത SIക്ക് ഈ ക്വാർട്ടേഴ്സ് കൊടുത്ത് ഇയാളും കൂടി അവിടെ താമസിച്ച് പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കിയ സംഭവമാണ്. മാത്രമല്ല, ഈ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ കൊടുത്ത SIയുടെ ശമ്പളത്തിൽ നിന്നും ഈ HRA പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഗുരുതരമായൊരു വീഴ്ചയാണ്. കാരണം ഇയാൾക്ക് ഇത് കൊടുക്കാൻ പോലും ACക്ക് ഇത് ഇഷ്യൂ ചെയ്യാൻ പോലും ഇതില്ല. കാരണം ഇയാൾ കയറി കിടന്ന സ്ഥലത്ത് ഞാൻ ചെന്ന് ആ ക്വാർട്ടേഴ്സ് ഓക്കുപ്പൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് മനസ്സിലാക്കിയ ഇയാൾ ഒരു തരികിട ഉത്തരവ്, ഇയാൾ തന്നെ ഒരു ഓർഡർ ഉണ്ടാക്കി വേറൊരുത്തനെ അവിടെ കയറ്റി കിടത്തിയിട്ട് ഇയാളും അവിടെ കിടന്നു. മറ്റോ വല്ലപ്പോഴും അവന് സൗകര്യമുള്ളപ്പോൾ SIയും വന്നവിടെ കിടന്നു. ഇടുക്കി കാസർഗോഡ് ഹെഡ്ക്വാർട്ടറിലെ SI ആണ്. ഇപ്പം ഞാൻ കൊടുത്ത കത്തിന് ഇവർ കേസൊന്നും എടുക്കാൻ തയ്യാറായില്ല. ഞാനത് അഡീഷണൽ SP ചോദിച്ചപ്പോൾ SP ചോദിച്ചെന്ന് എന്തിനാ കേസ് എടുക്കുന്നതെന്ന്. അപ്പം ഞാൻ പിന്നീട് ഈ റിപ്പോർട്ടെല്ലാം വാങ്ങി ഇവർ 10/3/25 എനിക്ക് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ ശില്പ SP തന്നെ ഒരു കത്ത് നമ്മുടെ പോലീസ് ആസ്ഥാനത്തേക്ക് കൊടുത്തു. അതിൽ പറഞ്ഞ് ഇങ്ങനെ ഇതൊരു പിശക് പറ്റിയതാണ്, അയാൾ ക്വാർട്ടേഴ്സിലൊന്നും താമസിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു തിരുത്തൽ റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ പോലീസ് ആസ്ഥാനം അതിലൊന്നും വീണില്ല. ഈ 10/3/25 റിപ്പോർട്ട് ചവിട്ടി അവിടെ വെച്ചിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു 13/3/25. അതായത് എനിക്ക് ബാധ്യത ഉണ്ടെന്ന് തന്നെ റിപ്പോർട്ട് കൊടുത്തു. എനിക്ക് ബാധ്യത ഉണ്ടെന്ന് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. എന്തായാലും നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനാണ് പ്രബുദ്ധർ താമസിക്കുന്ന നാട്ടിലെ പ്രബുദ്ധ കമ്മീഷനിലുള്ള ഒരു കമ്മീഷനാണ്. അപ്പം അവരിതിലേക്കൊന്നും താല്പര്യപ്പെട്ടില്ല. ഇത് സർവീസ് മാറ്ററാണ്, അവരുടെ വിഷയമല്ല. നിങ്ങൾ വേണമെങ്കിൽ ഗവൺമെൻറ്റിനെ സമീപിക്കുക, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ കമ്മീഷൻ ഉത്തരവ് ഇറങ്ങി. ഇപ്പം എനിവേ ഈ ഫയലിൻ്റെ പുറകെ ഞാൻ കൂടിയതുകൊണ്ട് എനിക്കൊരു ഇതുണ്ടായി. വർഷങ്ങൾ എടുത്തിട്ടായാലും ശരി പൈസ റിലീസ് ചെയ്തു. ഇപ്പം ഞാൻ ഈ ഒരു വ്യാജ റിപ്പോർട്ട് ഒരു സർവീസിലെ ഒരു ഉദ്യോഗസ്ഥൻ 10-33 കൊല്ലം പോലീസ് ജോലി ചെയ്ത 32 കൊല്ലത്തിലധികം ജോലി ചെയ്തൊരു ഉദ്യോഗസ്ഥനെതിരെ തട്ടിക്കൂട്ടാമെങ്കിൽ ഈ സിസ്റ്റം, ഈ തരികിട സിസ്റ്റം ആർക്കെതിരെയും ഏത് റിപ്പോർട്ടും എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കും. അതിൻ്റെ എല്ലാം കേന്ദ്ര ബന്ധു പോലീസ് ആസ്ഥാനത്ത് തുടങ്ങും. അതാണ് ഞാനിവിടെ ഈ വീഡിയോയുടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പോലീസിൽ നിന്ന് ആർക്കെങ്കിലും ഈ പെൻഷൻ ബെനിഫിറ്റ് കിട്ടാൻ ഞാനീ പറഞ്ഞ കാരണങ്ങളാൽ അല്ലാതെ ഉണ്ടെങ്കിൽ അവർ വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഇത് ഇവിടുത്തെ IPSകാരുടെ ഒന്നും ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. അത് സുപ്രീം കോടതി ഉൾപ്പെടെ നിരവധി കേസുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.